എല്ലാവർക്കും ദ്രോണാചാര്യ പെരുമ്പാവൂരിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. കാറ്റഗറി നമ്പർ 095/2023 കേര ഫെഡ് അസിസ്റ്റൻറ്റ് കാഷ്യർ പോസ്റ്റിലേക്ക് നടത്തുന്ന PSCയുടെ എക്സാമുമായി ബന്ധപ്പെട്ട് ഫ്രീ വെബ് സീരീസിലെ ഭാഗമായി മൊഡ്യൂൾ 3 കോപ്പറേറ്റീവ് ഓഡിറ്റുമായി ബന്ധപ്പെട്ട 25ഓളം ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓഡിറ്റ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് ഡിഫൈൻഡ് ബൈ ഡാഷ് കമ്മിറ്റി. ഏത് കമ്മിറ്റിയാണ് ഓഡിറ്റിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? ഓപ്ഷൻസ്: ഓപ്ഷൻ എ All India Rural Credit Survey Committee, option B McLagan Committee, option C All India Rural Credit Review Committee, option D none of the above. അപ്പോൾ ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്, മാക്ലഗാൻ കമ്മിറ്റി. മാക്ലഗാൻ കമ്മിറ്റിയാണ് ഓഡിറ്റിനെ ഡിഫൈൻ ചെയ്ത് പറഞ്ഞിരിക്കുന്നത്. ഇത് പ്രീവിയസ് ആയിട്ട് CSEBക്ക് ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഓഡിറ്റുമായി ബന്ധപ്പെട്ട് 2 കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസ് കൂടി നമ്മൾ ചേർത്തിട്ടുണ്ട്. Effective supervision and audit is necessary for cooperative society. കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് എഫക്റ്റീവ് സൂപ്പർവിഷനും ഓഡിറ്റും ആവശ്യമാണ് എന്ന് പറയുന്നത് AIRCSC, അതായത് സർവേ കമ്മിറ്റി, ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയാണ് അത് പറഞ്ഞിരിക്കുന്നത്. അടുത്തത്, ഓഡിറ്റ് ഇൻ എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഷുഡ് ബി എൻട്രസ്റ്റഡ് ടു ഇൻഡിപെൻഡൻറ്റ് ഏജൻസി ഇൻ ഈച്ച് സ്റ്റേജ് അണ്ടർ ദ സ്റ്റേറ്റ് ഗവൺമെൻറ്. ഏതാണ് കമ്മിറ്റി ഓൺ കോപ്പറേഷൻ, മിർഡ കമ്മിറ്റിയാണ് ഇത് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. ഒരു ഇൻഡിപെൻഡൻറ്റ് ഏജൻസി ഓഡിറ്റ് നടത്തണം സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കീഴിൽ എന്ന് പറഞ്ഞിരിക്കുന്നത് മിർഡ കമ്മിറ്റിയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഓഡിറ്റർ ഓഫ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി ഈസ് അപ്പോയിൻറ്റഡ് ബൈ ഡാഷ് വൈൽ ഓഡിറ്റർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് അപ്പോയിൻറ്റഡ് ബൈ ഡാഷ്. PSCക്ക് ചോദിച്ചിരിക്കുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ രജിസ്ട്രാർ ഓഫ് കമ്പനി, Registrar of Cooperative Society. Option B Annual General Body of Company, Annual General Body of Cooperative Society. Option C Annual General Body of Company, Registrar of Cooperative Society. Option D Registrar of Company, Annual General Body of Cooperative Society. അപ്പോൾ ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്, ആനുവൽ ജനറൽ ബോഡി ഓഫ് കമ്പനി. കമ്പനിയുടെ ആനുവൽ ജനറൽ ബോഡിയാണ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയിൽ ഓഡിറ്ററെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ആനുവൽ ജനറൽ ബോഡി ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് ഓഡിറ്ററെ സൊസൈറ്റിയിൽ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, കോഡ് ഓഫ് എത്തിക്സ് ആൻഡ് ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് ആർ പ്രിസ്ക്രൈബ്ഡ് ബൈ ഡാഷ്. CSEBക്ക് പ്രീവിയസ് ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ഇൻഡോസായ്, ഓപ്ഷൻ ബി RBI, ഓപ്ഷൻ സി നബാർഡ്, ഓപ്ഷൻ ഡി RCS. അപ്പോൾ ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്, ഇൻഡോസായ്. ഇൻഡോസായ് എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ഓഫ് സുപ്രീം ഓഡിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. സുപ്രീം ഓഡിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അംഗങ്ങളായുള്ള ഒരു ഇൻ്റർനാഷണൽ ഓർഗനൈസേഷനെയാണ് ഇൻഡോസായ് എന്ന പേരിൽ വിളിക്കുന്നത്. ഗവൺമെൻറ്റിൻ്റെ വരവ് ചിലവ് കണക്കുകളെക്കുറിച്ച് ഓഡിറ്റ് ചെയ്യുന്ന ഒരു പൊതുസ്ഥാപനങ്ങൾ അടങ്ങുന്നതാണ് ഈ സുപ്രീം ഓഡിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇവരംഗങ്ങളായിട്ടുള്ളതാണ് ഇൻഡോസായ്. ഇതിൻ്റെ ഹെഡ് ഓഫീസ് വരുന്നത് വിയന്ന, ഓസ്ട്രിയ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നാലാമത്തെ ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് ഡീറ്റെയിൽഡ് പ്ലാൻ ഓഫ് ഓഡിറ്റിംഗ് വർക്ക് ടു ബി പെർഫോംഡ്, സ്പെസിഫൈ ദ ഐറ്റം ഇൻ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് അലോക്കേറ്റിംഗ് ടെൻറ്റാറ്റീവ് ടൈം റിക്വയർഡ്. പ്രീവിയസ് ആയിട്ട് PSCക്ക് ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ഓഡിറ്റ് നോട്ട് ബുക്ക്, ഓപ്ഷൻ ബി ഓഡിറ്റ് മെമ്മോറാണ്ടം, ഓപ്ഷൻ സി ഓഡിറ്റ് സർട്ടിഫിക്കറ്റ്, ഓപ്ഷൻ ഡി ഓഡിറ്റ് പ്രോഗ്രാം. എന്താണ് ചോദിച്ചിരിക്കുന്നത്? കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഒരു ഓഡിറ്റ് നടത്തുമ്പോൾ ഓഡിറ്റിങ്ങിൻ്റെ ഡീറ്റെയിൽഡ് പ്ലാനിനെ അറിയപ്പെടുന്നത് എന്താണ്? ഡീറ്റെയിൽഡ് പ്ലാൻ എന്താ? അവരുടെ എത്ര ടൈം റിക്വയർ ചെയ്യുന്നുണ്ട്, അതുപോലെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനെ സ്പെസിഫൈ ചെയ്ത ഐറ്റംസിനെ എടുത്ത് പറയുന്ന ഡീറ്റെയിൽഡ് പ്ലാനിനെ വിളിക്കുന്ന പേര് എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ ഡി ആണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്, ഓഡിറ്റ് പ്രോഗ്രാം. ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ആണ് ഓഡിറ്റ് പ്രോഗ്രാം. നമ്മളിപ്പോൾ പറഞ്ഞല്ലോ ഡീറ്റെയിൽഡ് പ്ലാൻ ഓഫ് ആക്ഷൻ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മാർക്കറ്റ് ഫെഡിൻ്റെ ഡെപ്യൂട്ടി മാർക്കറ്റിംഗ് മാനേജർക്ക് ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇറ്റ് ഈസ് എ പ്ലാൻ ഓഫ് ആക്ഷൻ. പ്ലാൻ ഓഫ് ആക്ഷൻ എന്ന് പറയുന്നതാണ് ഓഡിറ്റ് പ്രോഗ്രാം. ഇനി ഓഡിറ്റ് നോട്ട്ബുക്ക് എന്താണ്? ഈസ് എ ഡയറി മെയിൻറ്റെയിൻഡ് ബൈ ദ ഓഡിറ്റർ. ഓഡിറ്റർ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഡയറിയാണ്. അദ്ദേഹം ഓഡിറ്റ് വർക്കിൻ്റെ ഇടയിൽ എഴുതി വെക്കുന്ന അദ്ദേഹത്തിനുള്ള എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം, അദ്ദേഹത്തിനുള്ള സംശയങ്ങളും കാര്യങ്ങളും എല്ലാം എഴുതി വെക്കുന്ന ഒരു ബുക്കാണ് ഓഡിറ്റ് നോട്ട്ബുക്ക്. ഇനി അടുത്തതാണ് ഓഡിറ്റ് മെമ്മോറാണ്ടം. ലെറ്റർ ഇഷ്യൂഡ് ഡ്യൂറിങ് ദ കോഴ്സ് ഓഫ് ഓഡിറ്റ്. ഓഡിറ്റിൻ്റെ ടൈമിൽ ഇഷ്യൂ ചെയ്യുന്ന ഒരു ലെറ്ററാണ്. ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ കൂടെ DCAക്ക് സബ്മിറ്റ് ചെയ്യുന്നതാണ് ഓഡിറ്റ് മെമ്മോറാണ്ടം. ഡീറ്റെയിൽഡ് വേറൊരു ക്വസ്റ്റ്യനിൽ വരുന്നുണ്ട്. ഇനി അടുത്തതാണ് ഓഡിറ്റ് സർട്ടിഫിക്കറ്റ്. ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഓഡിറ്റ് നടത്തി എന്നതിനുള്ള ഒരു പ്രൂഫാണ് ഓഡിറ്റ് സർട്ടിഫിക്കറ്റ്. അവിടുത്തെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആക്യുറേറ്റ് ആണ് എന്നതിനുള്ള ഒരു തെളിവാണ് ഓഡിറ്റ് സർട്ടിഫിക്കറ്റ്.
അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, സീരിയസ് ഡിഫെക്ട്സ് റിക്വയറിംഗ് ഇമ്മീഡിയറ്റ് ആക്ഷൻ ആൻഡ് വാറണ്ടിങ് ക്വിക്ക് ആക്ഷൻ ബൈ ദ കോമ്പിറ്റൻറ്റ് അതോറിറ്റി ഈസ് റിപ്പോർട്ടഡ് ബൈ ദ കോപ്പറേറ്റീവ് ഓഡിറ്റർ ഇൻ ഡാഷ്. സീരിയസ് ആയിട്ടുള്ള എന്തെങ്കിലും ഡിഫെക്ട്സ് വന്നാൽ സൊസൈറ്റിയുടെ കോമ്പിറ്റൻ്റ് ആയിട്ടുള്ള അതോറിറ്റി അതിനു വേണ്ടി എത്രയും പെട്ടെന്ന് എന്തെങ്കിലും നടപടികൾ എടുക്കേണ്ടതുണ്ടെങ്കിൽ അത് ഏതിലാണ് റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓഡിറ്റിൻ്റെ റിപ്പോർട്ട് 2 പാർട്ടായിട്ടാണ് വരുന്നത്. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ പാർട്ട് എ ഓഫ് സമ്മറി ഓഫ് ഡിഫെക്ട്സ്, ഓപ്ഷൻ ബി പാർട്ട് ബി ഓഫ് സമ്മറി ഓഫ് ഡിഫെക്ട്സ്, ഓപ്ഷൻ സി ഓഡിറ്റ് സർട്ടിഫിക്കറ്റ്, ഓപ്ഷൻ ഡി ഓഡിറ്റേഴ്സ് റിപ്പോർട്ട്. ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്, പാർട്ട് എ ഓഫ് സമ്മറി ഓഫ് ഡിഫെക്ട്സ്. അപ്പോൾ സീരിയസ് ആയിട്ടുള്ള വിഷയങ്ങൾക്ക് പാർട്ട് എയിലാണ്, സമ്മറി ഓഫ് ഡിഫെക്ട്സിൽ പാർട്ട് എയിലാണ് പറയുന്നത്. ഇനി പാർട്ട് ബിയിൽ വരുന്നത് എന്താണ്? ബിയിൽ വരുന്നത് റുട്ടീൻ നേച്ചറിലുള്ള ലെസ് സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂസിനെ കുറിച്ച് മെൻഷൻ ചെയ്ത് വെക്കുന്നതാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ആറാമത്തെ ക്വസ്റ്റ്യൻ, മെമ്പർ എക്കണോമിക് വെൽഫെയർ ഈസ് അസർട്ടൈൻഡ് ഇൻ. ഏത് ഓഡിറ്റിലാണ് മെമ്പർ എക്കണോമിക് വെൽഫെയർ അസർട്ടൈൻ ചെയ്യുന്നത്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ കമ്പനി ഓഡിറ്റ്, ഓപ്ഷൻ ബി സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ്, ഓപ്ഷൻ സി കോപ്പറേറ്റീവ് ഓഡിറ്റ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദി എബവ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്, കോപ്പറേറ്റീവ് ഓഡിറ്റിലാണ് മെമ്പർ എക്കണോമിക് വെൽഫെയറിനെ കുറിച്ച് അസർട്ടൈൻ ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, ഫസ്റ്റ് ഓഡിറ്റർ ഓഫ് ദ കമ്പനി അതർ ദാൻ ഗവൺമെൻറ് കമ്പനി ഷാൽ ബി അപ്പോയിൻറ്റഡ് ബൈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് വിത്തിൻ ഡാഷ് ഡേയ്സ് ഫ്രം ദ ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ. മാർക്കറ്റ് ഫെഡ് ഇന്റേണൽ ഓഡിറ്റർക്ക് ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ 30, ഓപ്ഷൻ ബി 60, ഓപ്ഷൻ സി 90, ഓപ്ഷൻ ഡി 120. അപ്പോൾ ഫസ്റ്റ് ഓഡിറ്ററെ കമ്പനിയിൽ അപ്പോയിൻറ്റ് ചെയ്യുന്നത്, അതർ ദാൻ ഗവൺമെൻറ് കമ്പനി ഒഴികെ ബാക്കിയുള്ള കമ്പനികളിൽ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എത്ര നാളിനകമാണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്, 30 ഡേയ്സിനുള്ളിലാണ്. ഓക്കെ, രജിസ്റ്റർ ചെയ്ത് 30 ഡേയ്സിനുള്ളിലാണ്. ഇതുമായി ബന്ധപ്പെട്ട ഒരു നോട്ട് നോക്കാം. The first auditor of the business other than an agency of the government must be chosen by the board within 30 days after incorporation. ഫസ്റ്റ് ഓഡിറ്ററെ, ഒരു ബിസിനസ്സിൻ്റെ അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ ഫസ്റ്റ് ഓഡിറ്ററെ അതർ ദാൻ ഗവൺമെൻറ് കമ്പനി അപ്പോയിൻറ്റ് ചെയ്യുന്നത് ആരാണ്? ബോർഡാണ്. വിത്തിൻ 30 ഡേയ്സിനകമാണ്. ആസ് പെർ കമ്പനീസ് ആക്ട് 2013 ആണ് കേട്ടോ. ഇനി അടുത്തത്, ഇൻ ദ കേസ് ഓഫ് ഗവൺമെൻറ് കമ്പനി. അപ്പോൾ അതർ ദാൻ പറഞ്ഞത് കാരണം ഗവൺമെൻറ് കമ്പനിയുടെ കേസ് എങ്ങനെയാണെന്നാണ് വരുന്നത്. ഫസ്റ്റ് ഓഡിറ്റർ ഷാൽ ബി അപ്പോയിൻറ്റഡ് ബൈ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, CAG, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ വിത്തിൻ 60 ഡേയ്സ്. പഠിച്ചു വെക്കുക കേട്ടോ. വിത്തിൻ 60 ഡേയ്സിനകമാണ്, രജിസ്റ്റർ ചെയ്ത് 60 ഡേയ്സിനകമാണ് ഫസ്റ്റ് ഓഡിറ്ററെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ഇതും കമ്പനീസ് ആക്ട് 2013 പ്രകാരം തന്നെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ഹൂ പ്രിപ്പയർസ് ഓഡിറ്റ് മെമ്മോറാണ്ടം. ഓഡിറ്റ് മെമ്മോറാണ്ടം പ്രിപ്പയർ ചെയ്യുന്നത് ആരാണ്? ഓപ്ഷൻ എ ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ്, ഓപ്ഷൻ ബി രജിസ്ട്രാർ, ഓപ്ഷൻ സി ഓഡിറ്റർ, ഓപ്ഷൻ ഡി കമ്മിറ്റി ഓഫ് ദ സൊസൈറ്റി. അപ്പോൾ ഓഡിറ്റ് മെമ്മോറാണ്ടം പ്രിപ്പയർ ചെയ്യുന്നത് ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്, ഓഡിറ്ററാണ്. നമ്മൾ ഓഡിറ്റ് മെമ്മോറാണ്ടം ജസ്റ്റ് ഒന്ന് പറഞ്ഞായിരുന്നു, എന്തായിരുന്നു? ലെറ്ററാണ്. അത് നമ്മുടെ DCAക്ക് ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ കൂടെ തന്നെ സബ്മിറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് ക്വസ്റ്റിനെയർ രൂപത്തിലുള്ള ഒരു ലെറ്ററാണ്. ഇതിൻ്റെ അകത്ത് ഓഡിറ്റർ സൊസൈറ്റിയിലെ ഡീറ്റെയിൽസ് ഒക്കെ വെച്ച് ആ ക്വസ്റ്റ്യൻസിന് ആൻസേഴ്സ് ഫില്ല് ചെയ്ത് ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ കൂടെ സബ്മിറ്റ് ചെയ്യുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ, concurrent auditors are appointed for societies having working capital or annual sales above. Options നോക്കാം. ഓപ്ഷൻ എ 10 lakhs, ഓപ്ഷൻ ബി 20 lakhs, ഓപ്ഷൻ സി 25 lakhs, ഓപ്ഷൻ ഡി 50 lakhs. അപ്പോൾ കൺകറൻറ്റ് ഓഡിറ്റേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ആനുവൽ സെയിൽസും അല്ലെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റലോ എത്രയാണെങ്കിലാണ്, എബവ് എത്ര രൂപയിൽ കൂടുതലാണെങ്കിലാണ് കൺകറൻറ്റ് ഓഡിറ്ററെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്, 25 lakhs ആണ്. 25 ലക്ഷത്തിൽ മുകളിലുള്ള സൊസൈറ്റികൾ അവരുടെ വർക്കിംഗ് ക്യാപിറ്റലോ അല്ലെങ്കിൽ സെയിൽസ് ആനുവൽ സെയിൽസോ 25 ലക്ഷത്തിൽ മുകളിലാണെങ്കിൽ ഒന്നോ അതിലധികമോ സൊസൈറ്റികൾക്ക് വേണ്ടി ഒന്നോ അതിലധികമോ ഓഡിറ്റേഴ്സിനെ DCA അപ്പോയിൻറ്റ് ചെയ്യുന്നു. ഇത് മെൻഷൻ ചെയ്യുന്നത് റൂൾ 65 സബ് റൂൾ 2-ലാണ്. 65 ലെവി ഓഫ് ഓഡിറ്റ് ഫീസ് ആണ്. ഓക്കെ, അപ്പോൾ ഈ കൺകറൻറ്റ് ഓഡിറ്റേഴ്സിന് കൊടുക്കുന്നത് ഓഡിറ്റ് ഫീസ് എന്ന പേരിലല്ല അറിയപ്പെടുന്നത്, ഓഡിറ്റ് കോസ്റ്റ് എന്ന പേരിലാണ്. സെയിം റൂളിൽ തന്നെ മെൻഷൻ ചെയ്ത് ആ കാര്യവും പറയുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.
10ാമത്തെ ക്വസ്റ്റ്യൻ, ദ അപ്പോയിൻറ്റിംഗ് അതോറിറ്റി ഓഫ് ഇന്റേണൽ ഓഡിറ്റർ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ്. പി എസ് സിക്ക് പ്രീവിയസ് തന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ മാനേജിംഗ് കമ്മിറ്റി, ഓപ്ഷൻ ബി ജനറൽ ബോഡി, ഓപ്ഷൻ സി രജിസ്ട്രാർ, ഓപ്ഷൻ ഡി CSEB. എന്താ ഇന്റേണൽ ഓഡിറ്ററെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ആരാണ്? ഇന്റേണൽ ഓഡിറ്ററാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ എ ആണ്, മാനേജിംഗ് കമ്മിറ്റിയാണ്. മിക്ക സൊസൈറ്റികളിലും CSEB വഴി എക്സാം നടത്തിയാണ് ഇന്റേണൽ ഓഡിറ്ററെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അപ്പോയിൻറ്റിംഗ് അതോറിറ്റി എന്ന് പറയുന്നത് മാനേജിംഗ് കമ്മിറ്റിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 11ാമത്തെ ക്വസ്റ്റ്യൻ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നോക്കാം. ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദ കമ്മിറ്റി ഓഫ് എ സൊസൈറ്റി ടു. സ്റ്റേറ്റ്മെൻറ്റ് 1, request the director of cooperative audit to get its accounts audited every year by remitting the required fees. Statement 2, place the audit certificate in full before general body. Statement 3, to read over the general body the defects mentioned in the audit report. Statement 4, rectify all the defects mentioned in audit certificate and to submit the rectification report to director of cooperative audit and രജിസ്ട്രാർ വിത്തിൻ 1 month ഓഫ് ദ റെസിപ്റ്റ് ഓഫ് ദ ഓഡിറ്റ് സർട്ടിഫിക്കറ്റ്. അപ്പോൾ ഇതിനകത്ത് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചേക്കുന്നത് വിച്ച് എമംഗ് ദ ഫോളോയിങ് ആർ ട്രൂ. ട്രൂ ആയിട്ടുള്ളത് ഏതാണെന്നാണ്. നമുക്ക് ഇതിൻ്റെ ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ 1, 2, 3 and 4. ഓപ്ഷൻ ബി 1, 2 and 4 only. ഓപ്ഷൻ സി 1, 3 and 4 only. ഓപ്ഷൻ ഡി 1, 2 and 3 only. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ഒന്നുകൂടി നോക്കാം. ട്രൂ ആയിട്ടുള്ളത് ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. എന്താണ്? ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദ കമ്മിറ്റി ഓഫ് ദ സൊസൈറ്റി. സൊസൈറ്റിയുടെ കമ്മിറ്റിയുടെ ഡ്യൂട്ടിയാണ് ടു റിക്വസ്റ്റ് ദ DCA ടു ഗെറ്റ് ഇറ്റ്സ് അക്കൗണ്ട്സ് ഓഡിറ്റഡ് എവറി ഇയർ ബൈ റെമിറ്റിംഗ് ദ റിക്വയർഡ് ഫീസ്. ഫീസ് അടച്ചുകൊണ്ട് എല്ലാ വർഷവും DCAയുടെ അടുത്ത് എല്ലാ വർഷവും ഓഡിറ്റ് നടത്താൻ വേണ്ടി റിക്വസ്റ്റ് കൊടുക്കേണ്ടത് കമ്മിറ്റിയുടെ ഡ്യൂട്ടിയാണ്. ഇത് കറക്റ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇനി അടുത്തത് രണ്ടാമത്തത്, പ്ലേസ് ദ ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് ഇൻ ഫുൾ ബിഫോർ ജനറൽ ബോഡി. ജനറൽ ബോഡിയുടെ മുമ്പാകെ വെക്കണം. അപ്പോൾ ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് വെക്കണം എന്നുള്ളത് ഇതും കമ്മിറ്റിയുടെ ഡ്യൂട്ടി തന്നെയാണ്. അടുത്തത്, ടു റീഡ് ഓവർ ദ ജനറൽ ബോഡി ഡിഫക്ട്സ് മെൻഷൻഡ് ഇൻ ദ ഓഡിറ്റ് റിപ്പോർട്ട്. ഓഡിറ്റ് റിപ്പോർട്ടിലുള്ള ഡിഫക്ട്സ് ജനറൽ ബോഡിയുടെ മുമ്പാകെ വായിക്കണം. ഇതും കറക്റ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അടുത്തത് നാലാമത്തത്, റെക്ടിഫൈ ചെയ്യണം. ഓഡിറ്റ് സർട്ടിഫിക്കറ്റിൽ മെൻഷൻ ചെയ്തിട്ടുള്ള ഡിഫക്ട്സ് റെക്ടിഫൈ ചെയ്യണം. ആൻഡ് സബ്മിറ്റ് ടു ദ റെക്ടിഫിക്കേഷൻ റിപ്പോർട്ട് ടു ദ ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ്. DCAയുടെ മുമ്പാകെയും രജിസ്ട്രാർക്ക് മുമ്പാകെയും വിത്തിൻ 1 month എന്നാണ് തന്നിരിക്കുന്നത്. എന്താണ്? ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് കിട്ടി 1 monthനകമല്ല, 2 monthsനകമാണ് റെക്ടിഫിക്കേഷൻ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റായിട്ടുള്ളതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ആൻസർ നോക്കാം. ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. അങ്ങനെ വരുമ്പോൾ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 1, 2 and 3 ആണ് ട്രൂ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇത് ബന്ധപ്പെട്ട് ഇത് തന്നിരിക്കുന്നത് സെക്ഷൻ 64 റെക്ടിഫിക്കേഷൻ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യേണ്ടത് 2 മാസത്തിനകമാണ്. അത് സബ്മിറ്റ് ചെയ്യേണ്ടത് DCA ആൻഡ് രജിസ്ട്രാർക്കാണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 12ാമത്തെ ക്വസ്റ്റ്യൻ, if the result of the audit held under section 63 of the KCS Act discloses any serious defects in the working of the society, then the director of cooperative audit or the person authorized by him shall communicate the same to which authority. നോൺ വൊക്കേഷണൽ ടീച്ചറിന് ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. PSCയുടെ പ്രീവിയസ് ആണ്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ രജിസ്ട്രാർ, ഓപ്ഷൻ ബി സെക്രട്ടറി, ഓപ്ഷൻ സി ഗവൺമെൻറ്, ഓപ്ഷൻ ഡി പ്രസിഡൻറ്റ്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണ്? സീരിയസ് ഡിഫക്ട്സ് ആണ്. ഓഡിറ്റ് 63 പ്രകാരം ഓഡിറ്റ് നടത്തുമ്പോൾ സീരിയസ് ഡിഫക്ട്സ് അവരുടെ വർക്കിങ്ങിൽ വരികയാണെങ്കിൽ DCA അത് ഇമ്മീഡിയറ്റ്ലായിട്ട് ആരെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്, രജിസ്ട്രാറുടെ അടുത്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇത് മെൻഷൻ ചെയ്ത് പറയുന്നത് സെക്ഷൻ 64. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 13ാമത്തെ ക്വസ്റ്റ്യൻ, എ റിട്ടൺ മെയിൻറ്റൈൻഡ് ബൈ ഓഡിറ്റർ ടു റെക്കോർഡ് ഓഫ് ക്വറീസ് മെയ്ഡ്, റിപ്ലൈസ് ഫർണിഷ്ഡ് ദെയർ എഗെയിൻസ്റ്റ്, കറസ്പോണ്ടൻസ് എൻറ്റേർഡ് ഇൻ ടു, ഒബ്സർവേഷൻസ് മെയ്ഡ് അറ്റ് ദ ടൈം ഓഫ് ചെക്കിംഗ് എക്സെട്ര ഈസ് കോൾഡ് ഡാഷ്. ഡെപ്യൂട്ടി ജനറൽ മാനേജർ KS കാർഡ് ബാങ്കിന് ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓഡിറ്റർ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു റിട്ടേൺ ആണ്. എന്താ? ചെക്കിങ്ങിൻ്റെ സമയത്ത് അദ്ദേഹത്തിനുള്ള ഒബ്സർവേഷൻസും പിന്നെ ക്വറീസും അതിനുള്ള റിപ്ലൈസും കാര്യങ്ങളും എല്ലാം അടങ്ങുന്ന അദ്ദേഹം മെയിൻറ്റെയിൻ ചെയ്യുന്ന ആ ഒരു
ബുക്കിൻ്റെ പേരെന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ഓഡിറ്റ് നോട്ട്ബുക്ക്, ഓപ്ഷൻ ബി ഓഡിറ്റ് സർട്ടിഫിക്കറ്റ്, ഓപ്ഷൻ സി ഓഡിറ്റ് മെമ്മോറാണ്ടം, ഓപ്ഷൻ ഡി ഓഡിറ്റ് റിപ്പോർട്ട്. ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്, ഓഡിറ്റ് നോട്ട്ബുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 14ാമത്തെ ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പാണ്. ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ട്രൂ വിത്ത് റിഗാർഡ് ടു ദ എക്സംഷൻ ഫ്രം പേയ്മെൻറ്റ് ഓഫ് ഓഡിറ്റ് ഫീസ് ആസ് പെർ KCS Act 1969? ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ ഗിവൺ ബിലോ ദ സ്റ്റേറ്റ്മെൻറ്റ്. നോൺ വൊക്കേഷണൽ ടീച്ചറിന് ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ്സ് നോക്കാം. Statement 1. Any society for the first 3 years of audit. Statement 2. All social welfare societies which do not accept deposit and do not grant loan need not pay audit fees. Statement 3. All primary fishermen cooperative societies need not pay audit fees. Statement 4. Vanida cooperative societies need not pay audit fees. Statement 5. Weavers Cooperative Society until it has completed 6th cooperative year after commencement of business need not pay audit fees. Options നോക്കാം. Option A 1, 2, 4, Option B 2, 3, 4, Option C 2, 3, 5, Option D 1, 2, 3, 4 and 5. അപ്പോൾ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ലെവി ഓഫ് ഓഡിറ്റ് ഫീസുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ട്രൂ ആയിട്ടുള്ളത് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓഡിറ്റ് ഫീസ് കൊടുക്കുന്നതിലുള്ള എക്സംഷനിൽ ട്രൂ ആയിട്ടുള്ളത് ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. സ്റ്റേറ്റ്മെൻറ്റ് എനി സൊസൈറ്റി ഫോർ ദ ഫസ്റ്റ് 3 years ഓഫ് ഓഡിറ്റ്. ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. കാരണം 3 years ഓഫ് ഓഡിറ്റിൽ എനി സൊസൈറ്റി ഫോർ ദ 3 year ഓഫ് ഓഡിറ്റ് എന്നാണ് പറഞ്ഞേക്കുന്നത്. ഫസ്റ്റ് 3 yearലില്ല, ഫസ്റ്റ് ഇയറിൽ മാത്രമാണ് ഓഡിറ്റിൽ എക്സംഷൻ വരുന്നത്. ഇനി ഓൾ സോഷ്യൽ വെൽഫെയർ സൊസൈറ്റീസ് വിച്ച് ഡു നോട്ട് അക്സെപ്റ്റ് ഡെപ്പോസിറ്റ് ആൻഡ് ഡു നോട്ട് ഗ്രാൻഡ് ലോൺ നീഡ് നോട്ട് പേ ഓഡിറ്റ് ഫീസ്. അവർക്ക് ഓഡിറ്റ് ഫീസ് അടയ്ക്കേണ്ടതില്ല, അക്സെപ്റ്റ് ചെയ്യുന്നില്ല, അതുപോലെ തന്നെ ലോൺ പ്രൊവൈഡ് ചെയ്യുന്നില്ല സോഷ്യൽ വെൽഫെയർ സൊസൈറ്റി ആണെങ്കിൽ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. ഇനി അടുത്തത് ഓൾ പ്രൈമറി ഫിഷർമെൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് നീഡ് നോട്ട് പേ ഓഡിറ്റ് ഫീസ്. ഈ സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. അടുത്തത് വനിതാ സൊസൈറ്റീസ് നീഡ് നോട്ട് പേ ഓഡിറ്റ് ഫീസ്. ഇത് തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. വനിതാ സൊസൈറ്റീസിന് ഹാഫ് ഓഫ് ദ റേറ്റ് ഓഡിറ്റ് ഫീസ് മാത്രമാണ് എക്സംപ്റ്റഡ് ആയിട്ടുള്ളത്. ഇനി അഞ്ചാമത്തത് വരുന്നത് വീവേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി അൺടിൽ ഇറ്റ് ഹാസ് കംപ്ലീറ്റഡ് 6th കോപ്പറേറ്റീവ് ഇയർ. അതെ, 6th കോപ്പറേറ്റീവ് ഇയർ വരെ കംപ്ലീറ്റ് ആയിട്ടുള്ളതാണെങ്കിൽ 6th കോപ്പറേറ്റീവ് ഇയർ വരെ അവർക്ക് ഓഡിറ്റ് ഫീസ് എക്സംപ്റ്റഡ് ആണ്. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. അപ്പോൾ നമ്മളുടെ അടുത്ത് ഇവിടെ ട്രൂ ആയിട്ടുള്ളത് ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. നമുക്കിവിടെ സ്റ്റേറ്റ്മെൻറ്റ് 2, 3, 5 ആണ് കറക്റ്റായിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് കറക്റ്റ് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ സി ആണ് വരുന്നത്. 2, 3, 5 ആണ് നമ്മളുടെ ഇവിടെ കറക്റ്റായിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. ഇതിനകത്ത് ചെറിയൊരു നോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. റൂള് 65-ൽ 3-ഉം 3A-യുമാണ്, സബ് റൂൾ 3-യും 3A-യുമാണ് ഓഡിറ്റിലെ എക്സംഷൻ ആയിട്ട് വരുന്നത്. ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രമാണ് നമ്മളിവിടെ ആഡ് ചെയ്തേക്കുന്നത്. ഹാഫ് ഓഫ് ദ റേറ്റ് ഓഡിറ്റ് ഫീസ് എക്സംപ്റ്റഡ് ആയിട്ടുള്ളത് 3 സൊസൈറ്റികൾക്കാണ്. വനിത, ഡയറി, അപ്പെക്സ് സ്ക്വയറിൻ്റെ പ്രൈമറി ആണെങ്കിൽ അവർക്ക് ഓഡിറ്റ് ഫീസ് ഫുള്ളി എക്സംപ്റ്റഡ് ആണ്. അപ്പെക്സ് സ്ക്വയറിനും പിന്നെ വനിത ഡയറിക്കുമാണ് ഹാഫ് ഓഫ് ദ റേറ്റ് എക്സംപ്റ്റ് ആയിട്ടുള്ളത്. ഇനി 6 വർഷത്തേക്ക് എക്സംപ്റ്റഡ് ആയിട്ടുള്ളത് നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞു, ഓൾ വീവേഴ്സ് സൊസൈറ്റീസ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 15ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ കേസ് ഓഫ് ലാൻഡ് മോർഗേജ് ബാങ്ക് ഓഡിറ്റ് ഫീസ് ഈസ് കാൽക്കുലേറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് ഡാഷ്. പ്രീവിയസ് PSCക്ക് വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ഡ്യൂറിംഗ് ദ ഇയർ ഓഫ് ഓഡിറ്റ്. ഓപ്ഷൻ ബി ഗ്രോസ് സെയിൽസ് proceedings during the year of audit. Option C aggregate of loan issued and that recovered during the year under audit. Option D gross amount of fixed asset during the year of audit. അപ്പോൾ എന്താണ് ചോദിച്ചിരിക്കുന്നത്? ലാൻഡ് മോർഗേജ് ബാങ്കുകൾ, ഇപ്പോൾ അതിനറിയപ്പെടുന്നത് കാർഡ് ബാങ്കുകൾ എന്നാണ്. ലോങ് ടേം ലോൺ കൊടുക്കുന്ന സ്ഥാപനങ്ങളാണ്. അപ്പോൾ ലോങ് ടേം ലോൺ കൊടുക്കുന്ന പീകാർഡ് ബാങ്കും അതുപോലെ ഹൗസ് മോർഗേജ് ബാങ്കും ഹൗസിംഗ് സൊസൈറ്റീസും അവർ ഓഡിറ്റ് ഫീസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഓപ്ഷൻ സി. നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. അഗ്രിഗേറ്റ് ഓഫ് ലോൺ ഇഷ്യൂഡ് ആൻഡ് ദാറ്റ് റിക്കവേർഡ്. അപ്പോൾ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. ഇതുമായി ബന്ധപ്പെട്ട് ഒരു ചെറിയ നോട്ട് നോക്കാം.
റൂള് 65 സബ് റൂൾ 1 ലെവി ഓഫ് ഓഡിറ്റ് ഫീസിനെ കുറിച്ച്, അതായത് അതിൻ്റെ ബേസിനെ കുറിച്ച് പറയുന്നത്. ഓഡിറ്റ് ഫീസ് പേ ചെയ്യുന്നത് വർക്കിംഗ് ക്യാപിറ്റൽ, സെയിൽസ് പ്രൊസീഡിങ്സ് അല്ലെങ്കിൽ ഗ്രോസ് ഇൻകം ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഓഡിറ്റ് ഫീസ് പേ ചെയ്യുന്നത്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് CSEBക്ക് ചോദിച്ചിട്ടുള്ളതാണ് കൊയർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്തിൻ്റെ ബേസിലാണ് ഓഡിറ്റ് ഫീസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. കയർ സോൾഡ് ആൻഡ് കമ്മീഷൻ റിയലൈസ്ഡ്. ഇനി ട്രാൻസ്പോർട്ട് സൊസൈറ്റി ആണ് എന്നുണ്ടെങ്കിൽ ഹയർ ചാർജസ് കളക്റ്റഡ് ആൻഡ് സെയിൽസ് പ്രൊസീഡ്സ് ഓഫ് ആർട്ടിക്കിൾസ്. ഇത് രണ്ടെണ്ണം കറക്റ്റായിട്ട് പഠിച്ചു വെക്കുക. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 16ാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ ഡാഷ് ഓഡിറ്റ് ഡ്യൂട്ടി ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റർ ഈസ് നോട്ട് മിയർലി ടു ഫൈൻഡ് ഔട്ട് ദ എറേഴ്സ് ആൻഡ് ഒമിഷൻ ആൻഡ് ഓൾസോ ടു അറേഞ്ച് ഫോർ ദ റെക്ടിഫിക്കേഷൻ ഓഫ് ഡിഫെക്ട്സ് pointed out in the yearly audit certificate and inspection report. മാനേജർ ഗ്രേഡ് 2 കൺസ്യൂമർ ഫെഡിന് ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ മെക്കാനിക്കൽ, ഓപ്ഷൻ ബി അഡ്മിനിസ്ട്രേറ്റീവ്, ഓപ്ഷൻ സി അഡ്ഹോക്ക്, ഓപ്ഷൻ ഡി കണ്ടിന്യൂസ്. അപ്പോൾ എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഒരു കോപ്പറേറ്റീവ് ഓഡിറ്ററുടെ ഡ്യൂട്ടിയാണ് എന്ത്? എറേഴ്സ് ആൻഡ് ഒമിഷൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യുക മാത്രമല്ല കോപ്പറേറ്റീവ് ഓഡിറ്ററുടെ ഡ്യൂട്ടി. അത് അപാകതകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എന്ന് വെച്ചാൽ നമ്മുടെ ഓഡിറ്റ് പ്രീവിയസ് നടന്നിരിക്കുന്ന ഓഡിറ്റ് സർട്ടിഫിക്കറ്റിലോ അല്ലെങ്കിൽ ഇൻസ്പെക്ഷൻ റിപ്പോർട്ടുകളിലോ എന്തെങ്കിലും തരത്തിൽ അപാകതകൾ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ചെയ്യൽ കൂടിയാണ് ഓഡിറ്ററുടെ ഡ്യൂട്ടി എന്ന് പറയുന്ന ഓഡിറ്റ് ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ് ആണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് നോട്ട്സ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ആണ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ്. ദിസ് ഈസ് എ സ്പെഷ്യൽ ഫീച്ചർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ്. കോപ്പറേറ്റീവ് ഓഡിറ്റിൻ്റെ സ്പെഷ്യൽ ഫീച്ചർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ് ആണ്. ഇനി ഇറഗുലാരിറ്റീസ് ഓൺ ദ അപ്പോയിൻമെൻറ്റ് ഓഫ് എംപ്ലോയീസ്, അദറൻസ് ടു ആക്ട്, റൂൾസ് ആൻഡ് ബൈലോസ്, ഇൻട്രസ്റ്റ് ഓഫ് മെമ്പേഴ്സ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ സൊസൈറ്റി ആർ covered under administrative audit and overdue of the society is not covered under administrative audit. ഇത് പ്രീവിയസ് ആയിട്ട് PSCക്ക് ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. താഴെ പറയുന്നവയിൽ ഏതാണ് കവർ ചെയ്യാത്തത് എന്നാണ് ചോദിച്ചിരുന്നത്. എന്താണ്? അപ്പോയിൻമെൻറ്റ് ഓഫ് എംപ്ലോയീസ്, അതിൽ വരുന്ന എന്തെങ്കിലും ഇറഗുലാരിറ്റി ഉണ്ടെങ്കിൽ അതിനെയൊക്കെ കവർ ചെയ്യുന്നുണ്ട്. അതുപോലെ ആക്ടിലും റൂളിലും ബൈലോയിലും അനുസരിച്ചാണോ നടക്കുന്നത് എന്നുള്ളത് നോക്കുന്നുണ്ട്. പിന്നെ മെമ്പേഴ്സിൻ്റെ ഇൻട്രസ്റ്റും അതുപോലെ സൊസൈറ്റിയുടെ ഒബ്ജക്റ്റീവും എല്ലാം കവർ ചെയ്യുന്നുണ്ട്. എന്താണ് കവർ ചെയ്യാത്തത്? ഓവർഡ്യൂസ് ഓഫ് ദ സൊസൈറ്റി ഈസ് നോട്ട് കവേർഡ് ഇൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ്. ഇനി അടുത്ത ഓഡിറ്റ് ആണ് മെക്കാനിക്കൽ ഓഡിറ്റ്. മെക്കാനിക്കൽ ഓഡിറ്റ് എയിംസ് അറ്റ് എൻഷുറിംഗ് ദ ആക്യുറസി ഓഫ് അക്കൗണ്ട്സ് റെക്കോർഡഡ് ഇൻ ദ ബുക്സ് ഓഫ് ദ സൊസൈറ്റി. അക്കൗണ്ട്സിൻ്റെ സൊസൈറ്റിയുടെ റെക്കോർഡുകൾ, അതിൻ്റെ അകത്തെ അക്കൗണ്ട്സിൻ്റെ ആക്യുറസി, കൃത്യതയാണ് ഇവിടെ ഓഡിറ്റ് നടത്തുന്നത്. ഇതും പ്രീവിയസ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ദ എറർ ഓഫ് ഒമിഷൻ ഓർ കമ്മീഷൻ ഇൻ ദ ജേണൽ ഓർ ലെഡ്ജർ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഏത് ഓഡിറ്റിലാണ്? അത് മെക്കാനിക്കൽ ഓഡിറ്റിലാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഇനി അടുത്തതാണ് കണ്ടിന്യൂവസ് അല്ലെങ്കിൽ കൺകറൻറ്റ് ഓഡിറ്റ്. ഇത് ഇൻ ദിസ് ടൈപ്പ് ദ ഓഡിറ്റ് കണ്ടിന്യൂവസ്ലി ഗോസ് ഓൺ ത്രൂ ഔട്ട് ദ ഇയർ. ഒരു വർഷം കണ്ടിന്യൂവസ് ആയിട്ട് ഓഡിറ്റ് നടക്കുകയാണ് എന്ന് വെച്ചാൽ എല്ലാ ദിവസമോ അല്ലെങ്കിൽ ഒരു റെഗുലർ ഇൻ്റർവെല്ലനുസരിച്ചിട്ട് ഓഡിറ്റർ സ്ഥിരമായിട്ട് അക്കൗണ്ട്സുകൾ പരിശോധിക്കുന്നു. അതിനെയാണ് കണ്ടിന്യൂവസ് അല്ലെങ്കിൽ കൺകറൻറ്റ് ഓഡിറ്റ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 17ാമത്തെ ക്വസ്റ്റ്യൻ, എവറി കോപ്പറേറ്റീവ് സൊസൈറ്റി ഷാൽ പേ ടു ഗവൺമെൻറ് വിത്തിൻ ഡാഷ് ഓഫ് ദ റെസിപ്റ്റ് ഓഫ് ദ ഡാഷ്. റൂൾ 65മായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ 1 month ഓഡിറ്റ് മെമ്മോറാണ്ടം, ഓപ്ഷൻ ബി 1 month ഓഡിറ്റ് സർട്ടിഫിക്കറ്റ്, ഓപ്ഷൻ സി 60 days ഓഡിറ്റ് മെമ്മോറാണ്ടം, ഓപ്ഷൻ ഡി 60 days ഓഡിറ്റ് സർട്ടിഫിക്കറ്റ്. എവറി കോപ്പറേറ്റീവ് സൊസൈറ്റി ഷാൽ പേ ടു ഗവൺമെൻറ്. ഓഡിറ്റിൻ്റെ ഫീസ് പേ ചെയ്യണം ഗവൺമെൻറ്റിലേക്ക് വിത്തിൻ. ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. 1 monthനകമാണ് ഓഫ് റെസിപ്റ്റ് ഓഫ് എന്ത് ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് കിട്ടി 1 മാസത്തിനകമാണ് ഫീസ് അടയ്ക്കേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 18ാമത്തെ ക്വസ്റ്റ്യൻ, ഓഡിറ്റ് റിപ്പോർട്ട് ഷാൽ ബി കമ്മ്യൂണിക്കേറ്റഡ് ടു ദ കൺസേൺഡ് സൊസൈറ്റി വിത്തിൻ എ പീരീഡ് ഓഫ് ഡാഷ്. മാനേജർ ഗ്രേഡ് 2 കൺസ്യൂമർ ഫെഡിൽ ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ എ 1 month, ഓപ്ഷൻ ബി 2 months, ഓപ്ഷൻ സി 3 months, ഓപ്ഷൻ ഡി 6 months. ഓഡിറ്റ് റിപ്പോർട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എപ്പോഴാണെന്നാണ് ചോദിച്ചേക്കുന്നത് സൊസൈറ്റിയിലേക്ക്. ഇതിൻ്റെ ആൻസർ ആയിട്ട് വന്നിരിക്കുന്നത് ഓപ്ഷൻ ഡി ആണ്, 6 months. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 19ാമത്തെ ക്വസ്റ്റ്യൻ, ദ മെയിൻ ഒബ്ജക്റ്റ് ഓഫ് ഓഡിറ്റ് ഓഫ് ഡേ ബുക്ക് ഈസ് ഡാഷ്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ടു വെരിഫൈ വെദർ ഓൾ ദ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് ആർ പ്രോപ്പർലി റെക്കോർഡഡ്, ഓപ്ഷൻ ബി ടു വെരിഫൈ ദ ബാങ്ക് ബാലൻസ്, ഓപ്ഷൻ സി
to verify the assets and liabilities to check the bank balance. Option D, to check the stability of internal check system. അപ്പോൾ ഓഡിറ്റ്, ഡേ ബുക്ക് ഓഡിറ്റ് നടത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. ടു വെരിഫൈ വെദർ ഓൾ ദ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് ആർ പ്രോപ്പർലി റെക്കോർഡ് ചെയ്തിട്ടുണ്ടോ, അതിൻ്റെ കൃത്യത കറക്റ്റാണോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് ഡേ ബുക്ക് ഓഡിറ്റ് നടത്തുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 20ാമത്തെ ക്വസ്റ്റ്യൻ, ഇറ്റ് ഹാസ് ബീൻ മെയ്ഡ് ഒബ്ലിഗേറ്ററി ഫോർ ദ ഓഡിറ്റർ ടു സബ്മിറ്റ് ദ റിപ്പോർട്ട് വിത്തിൻ ഡാഷ് ഡേയ്സ് ഫ്രം ദ കംപ്ലീഷൻ ഓഫ് ദ ഓഡിറ്റ്. ഓഡിറ്റ് കംപ്ലീറ്റ് ചെയ്ത് എത്ര നാളിനുള്ളിലാണ്, എത്ര ദിവസത്തിനുള്ളിലാണ് ഓഡിറ്റിൻ്റെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യേണ്ടത്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ 15 days, ഓപ്ഷൻ ബി 30 days, ഓപ്ഷൻ സി 60 days, ഓപ്ഷൻ ഡി നോ ടൈം ലിമിറ്റ്. ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്, 30 days. 30 ദിവസത്തിനകം ഓഡിറ്റ് കംപ്ലീറ്റ് ആക്കി 30 ദിവസത്തിനകം റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യേണ്ടത് ഓഡിറ്ററുടെ സ്റ്റാറ്റ്യൂട്ടറി ഒബ്ലിഗേഷനാണ്. അങ്ങനെ ചെയ്യാത്ത ഓഡിറ്റർ ആണെന്നുണ്ടെങ്കിൽ ആസ് പെർ റൂൾ 64A, അതായത് ക്വാളിഫിക്കേഷൻ ഓഫ് ഓഡിറ്റർ എന്ന പോയിന്റിൽ മെൻഷൻ ചെയ്ത് പറയുന്നുണ്ട്, ദ ഡിഫോൾട്ടിംഗ് ഓഡിറ്റർ ഷാൽ നോട്ട് ബി എൻടൈറ്റിൽഡ് ടു അവൈൽ ദ എക്സംഷൻ പ്രൊവൈഡഡ് ഇൻ സെക്ഷൻ 106 ഓഫ് ദ KCS ആക്ട്. 106 എന്താണെന്ന് ഇവിടെയുണ്ട്. ഇമ്മ്യൂണിറ്റി ഫോർ ആക്ട് ഡൺ ഓർ പർപ്പോർട്ടിംഗ് ടു ബി ഡൺ ഇൻ ഗുഡ് ഫെയ്ത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ 106 പ്രകാരം, സെക്ഷൻ 106 പറയുന്നത് നമ്മുടെ ആക്ട് ആൻഡ് റൂൾസിൽ ഉള്ള ഓഫീസേഴ്സിന് നല്ല ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്ന, ഗുഡ് ഇൻ ഫെയ്ത്ത് നല്ല ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് എതിരായിട്ട് എന്തെങ്കിലും ലീഗൽ പ്രൊസീഡിങ്സോ മറ്റോ ഒന്നും തന്നെ കൊണ്ടുവരാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അങ്ങനെ അതിൽ ആ ഒരു എക്സംഷൻ ഈ പറയുന്ന നമ്മുടെ ഡിഫോൾട്ട് ആക്കിയ, അതായത് ഓഡിറ്റ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാതെ ഡിഫോൾട്ട് ആക്കിയ ആ ഓഡിറ്റർക്ക് ലഭിക്കുന്നതല്ല എന്നാണ് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 21ാമത്തെ ക്വസ്റ്റ്യൻ, ഡാഷ് ഓഡിറ്റ് ഈസ് എ റീസെൻ്റ്ലി ഡെവലപ്ഡ് ടെക്നിക് അഡോപ്റ്റഡ് ബൈ കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ്. DCBയുടെ ക്ലർക്ക് കാഷ്യറിന് ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ടീം, ഓപ്ഷൻ ബി മാനേജ്മെൻറ്റ്, ഓപ്ഷൻ സി ഫൈൻഡ്, ഓപ്ഷൻ ഡി ഇൻറ്ററിം. ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്, ടീം ഓഡിറ്റ്. ഒരു ഇൻഡിവിജ്വൽ ഓഡിറ്റർ ചെന്ന് ഓഡിറ്റ് ചെയ്യുന്നതിന് പകരമായി ഒരു ടീം, ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് ആയിട്ട് ഓഡിറ്റ് നടത്തുന്നു. ഈ ഗ്രൂപ്പിൽ എത്ര പേര് വേണം എന്നുള്ള കാര്യങ്ങളും അതിൻ്റെ ഡീറ്റെയിൽസും മറ്റും തീരുമാനിക്കുന്നത് DCA ആണ്. അപ്പോൾ ഈ ടീം ഓഡിറ്റ് വന്നത്, ഇൻട്രൊഡ്യൂസ് ചെയ്ത വർഷം പ്രീവിയസ് ആയിട്ട് CSEBക്കും ചോദിച്ചിട്ടുണ്ട്, അതുപോലെ PSCയുടെ ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. 1988 ആദ്യമായി ടീം ഓഡിറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 22ാമത്തെ ക്വസ്റ്റ്യൻ, ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് ഷുഡ് ബി സെൻഡ് ടു ദ ഇൻസ്റ്റിറ്റ്യൂഷൻ വിത്തിൻ ഡാഷ് മന്ത് ആഫ്റ്റർ ദ കംപ്ലീഷൻ ഓഫ് ഓഡിറ്റ്. ഓഡിറ്റ് കംപ്ലീറ്റ് ചെയ്ത് എത്ര നാളിനകമാണ് ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് ഇഷ്യൂ ചെയ്യുന്നത്? അപ്പോൾ ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ 1, ഓപ്ഷൻ ബി 2, ഓപ്ഷൻ സി 3, ഓപ്ഷൻ ഡി 6. ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്, 3 months, 3 മാസത്തിനകമാണ് സൊസൈറ്റിക്ക് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് നോട്ട്സ് നോക്കാം. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർഡ് ബൈ ചീഫ് എക്സിക്യൂട്ടീവ് വിത്തിൻ എത്ര നാളിനകമാണ്? ഫിനാൻഷ്യൽ ഇയർ കംപ്ലീറ്റ് ചെയ്ത് 1 monthനകമാണ്. ഇനി മാനേജിംഗ് കമ്മിറ്റി വെരിഫൈ ആൻഡ് സബ്മിറ്റ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ടു ദ ഓഡിറ്റർ. ഓഡിറ്റർക്ക് സബ്മിറ്റ് ചെയ്യുന്നതും അഗെയിൻ 1 monthനകമാണ്. ഇനി ഓഡിറ്റർ ഓഡിറ്റ് കംപ്ലീറ്റ് ചെയ്യുന്നത് എപ്പോഴാണ്? 4 മാസം. ഇമ്പോർട്ടൻ്റ് ആണ്, 4 മാസത്തിനുള്ളിലാണ് ഓഡിറ്റ് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇനി ഓഡിറ്റർ സബ്മിറ്റ് റിപ്പോർട്ട് ടു DCAക്ക് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നത് 30 daysനകമാണ്. 30 daysനകമാണ്. ഇനി DCA ഇഷ്യൂ ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് ഇപ്പോൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. 3 മാസത്തിനുള്ളിലാണ് DCA ഇഷ്യൂ ചെയ്യുന്നത്. ഇനി ഓഡിറ്റ് ഫീസ് പേയബിൾ ബൈ ദ സൊസൈറ്റി 1 month ഫ്രം ദ റെസിപ്റ്റ് ഓഫ് ഓഡിറ്റ് സർട്ടിഫിക്കറ്റ്. ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് കിട്ടി 1 മാസത്തിനകമാണ് ഫീസ് പേ ചെയ്യുന്നത്. സബ്മിറ്റ് റെക്ടിഫിക്കേഷൻ റിപ്പോർട്ട് ടു DCA ആൻഡ് രജിസ്ട്രാർക്കും DCAക്കും റെക്ടിഫിക്കേഷൻ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നത് എത്ര നാളിനകമാണ്? ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് കിട്ടി 2 മാസത്തിനകമാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 23ാമത്തെ ക്വസ്റ്റ്യൻ, ഓഡിറ്റ് ഓഫ് സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് എ സ്റ്റാറ്റ്യൂട്ടറി ഒബ്ലിഗേഷൻ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് ആസ് പെർ സെക്ഷൻ ഡാഷ് ഓഫ് KCS ആക്ട്.
CSEBക്ക് പ്രീവിയസ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻ അനുബന്ധ സ്ഥാപനങ്ങളുടെ ഓഡിറ്റ് നടത്തേണ്ടത് കോപ്പറേറ്റീവ് ഓഡിറ്ററുടെ സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂട്ടി ആണ് എന്ന് പറയുന്ന ആ ഒരു ഒബ്ലിഗേഷൻ ആണെന്ന് പറയുന്ന സെക്ഷൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ 63, ഓപ്ഷൻ ബി 64, ഓപ്ഷൻ സി 2 സബ്സെക്ഷൻ AB, ഓപ്ഷൻ ഡി 65. ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. സെക്ഷൻ 2 സബ്സെക്ഷൻ AB കോപ്പറേറ്റീവ് ഓഡിറ്റിൻ്റെ ഡെഫിനിഷനാണ് വരുന്നത്. അതിൻ്റെ അകത്താണ് മെയിനായിട്ട് ഇത് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 24ാമത്തെ ക്വസ്റ്റ്യൻ, ക്വാളിഫിക്കേഷൻ ഓഫ് DCA ഈസ് സ്പെസിഫൈഡ് ഇൻ ഡാഷ് ഓഫ് KCS ആക്ട് ഓർ റൂൾസ് 1969. ബ്രാഞ്ച് മാനേജർ DCBക്ക് ചോദിച്ചിരിക്കുന്ന ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. നോക്കാം. ഓപ്ഷൻസ്: ഓപ്ഷൻ എ റൂൾ 64A, ഓപ്ഷൻ ബി സെക്ഷൻ 64, ഓപ്ഷൻ സി സെക്ഷൻ 65, ഓപ്ഷൻ ഡി റൂൾ 64B. ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. റൂൾ 64B ആണ്. 64B എന്ന് പറയുന്നത് ഓഡിറ്റ് റിപ്പോർട്ടാണ്. എന്നാൽ 64A എന്ന് പറയുന്നത് ക്വാളിഫിക്കേഷൻ ഓഫ് ഓഡിറ്ററാണ്. പക്ഷേ ഇതിൻ്റെ സബ് റൂൾ 8ലാണ് DCAയുടെ ക്വാളിഫിക്കേഷനെ കുറിച്ച് മെൻഷൻ ചെയ്ത് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ക്ലാസ്സിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 25ാമത്തെ ക്വസ്റ്റ്യൻ, മാക്സിമം ഓഡിറ്റ് ഫീസ് പേയബിൾ ബൈ ദ സൊസൈറ്റി ഷാൽ നോട്ട് എക്സീഡ് ഡാഷ് റുപ്പീസ്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ 10,000, ഓപ്ഷൻ ബി 20,000, ഓപ്ഷൻ സി 50,000, ഓപ്ഷൻ ഡി 1 lakh. അപ്പോൾ നമ്മുടെ മാക്സിമം ഓഡിറ്റ് ഫീസ് എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത് 1 lakh. ഇത് മെൻഷൻ ചെയ്ത് പറയുന്നത് ഓഡിറ്റ് ഫീസിനെ കുറിച്ച് മാക്സിമം റേറ്റും കാര്യങ്ങളും പറയുന്നത് റൂൾ 65 സബ് റൂൾ 4ലാണ്. അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റുകൾ ആഡ് ചെയ്തിട്ടുണ്ട്. 25,000 രൂപ മാക്സിമം അടയ്ക്കേണ്ട സൊസൈറ്റികൾ 4 എണ്ണമുണ്ട്. അതിന് കോഡായിട്ട് പഠിച്ചു വെക്കുക. TWHD ട്രാൻസ്പോർട്ട്, വീവേഴ്സ്, ഹോസ്പിറ്റൽ, ഡയറി സൊസൈറ്റികൾക്ക് 25,000 രൂപയാണ് അവർക്ക് മാക്സിമം വരുന്നുള്ളൂ. ഇനി 50,000 രൂപ വരുന്നതും 4 സൊസൈറ്റികളാണ്. ഫാമിങ്, സോഷ്യൽ വെൽഫെയർ, വനിതയിൽ പ്രത്യേകതയുണ്ട്. വനിതാ സൊസൈറ്റി, ഇവർ 3 സൊസൈറ്റികളും വിച്ച് ആക്സെപ്റ്റ് ഡെപ്പോസിറ്റ് ആൻഡ് ഗ്രാൻഡ് ലോൺ, അതുപോലെ തന്നെ അതേഴ്സ് മറ്റുള്ള സൊസൈറ്റികളും അടയ്ക്കേണ്ടത് മാക്സിമം 50,000 രൂപയാണ്. ഇനി വനിതാ സൊസൈറ്റിക്ക് പ്രത്യേകതയുണ്ടെന്ന് പറഞ്ഞത്, വനിതാ സൊസൈറ്റി അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ 50,000-ഉം, അക്സെപ്റ്റ് ചെയ്യുന്നില്ല, ഡെപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യുന്നില്ല, ലോണും പ്രൊവൈഡ് ചെയ്യുന്നില്ലെങ്കിൽ അവർക്ക് 10,000 രൂപയാണ് ഫീസായിട്ട് വരുന്നത്. അപ്പോൾ 10,000 വരുന്ന 2 സൊസൈറ്റികളാണ് വരുന്നത്. ഒന്ന് വനിതാ സൊസൈറ്റി നോട്ട് അക്സെപ്റ്റ് ഡെപ്പോസിറ്റ്, അതുപോലെ പ്രൈമറി കൺസ്യൂമർ സൊസൈറ്റിക്കും 10,000 രൂപയാണ് വരുന്നത്. പ്രീവിയസ് ആയിട്ട് PSCക്കും CSEBക്കും ചോദിച്ചിരിക്കുന്ന, റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് 10,000. ഇനി 1 lakh വരുന്ന മറ്റൊരു സൊസൈറ്റിയാണ് DWS ഡിസ്ട്രിക്ട് ഹോൾസെയിൽ സ്റ്റോറുകളും അതുപോലെ കൺസ്യൂമറിൻ്റെ അപ്പെക്സ് സൊസൈറ്റികളും 1 lakh വരുന്നതാണ്. ഓക്കെ, ഇനി 1 lakhഉം 50,000-ഉം വരുന്നത് ബാക്കിയുള്ള വരുന്ന പോർഷൻസ് ഈ 65(4) എന്ന് പറയുന്ന റൂളിൽ എടുത്ത് പറയുന്നുണ്ട്. അത് പഠിക്കുക. ഇതോടുകൂടി ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ക്ലാസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു വെരി മച്ച്.